പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നീതിയുടെ ഫലം സമാധാനമായിരിക്കും. നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയും ആയിരിക്കും. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നീതി എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം മിഷ്പാത്ത് എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം ദൈവിക സ്വഭാവത്തിൽ വേരൂന്നിയ പ്രവൃത്തി എന്നതാണ്. അർഹതപ്പെട്ടവർക്ക് സംരക്ഷണവും കരുതലും നൽകുകയാണ് നീതി നടപ്പാക്കൽ. ഈ നീതി നടപ്പാകുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഈ നീതി നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ്. മാതാപിതാക്കൾ അർഹിക്കുന്ന നീതി, മക്കൾ അർഹിക്കുന്ന നീതി, ഭാര്യയും ഭർത്താവും അർഹിക്കുന്ന നീതി നടപ്പാകാതെ വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങളും വഴിമാറും. ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മളിലും നീതിയുടെ ഫലങ്ങൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ അർഹിക്കുന്ന പരിഗണനയും സ്നേഹവും കൊടുക്കാതെ നമ്മളിൽ തന്നെ ചുരുങ്ങിയാണ് ജീവിക്കുന്നതെങ്കിൽ നീതിയില്ലാത്ത അവസ്ഥ നമ്മുടെയും സമാധാനം നഷ്ടപ്പെടുത്തും. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സമാധാനം. ഈശോയുടെ സമാധാനം നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടട്ടെ. അർഹിക്കുന്നവരുടെ മുമ്പിൽ അടച്ചിട്ട വാതിലുകൾ തുറക്കുവാൻ സമാധാന രാജാവായ ഈശോ നമ്മളെയും ഇന്ന് ക്ഷണിക്കുകയാണ്. ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മളിലും നീതിയുടെ ഫലങ്ങൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം നിറയപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.